ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹീതമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി സന്തോഷവും സമാധാനവും സ്വസ്ഥമായിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനങ്ങൾ ചെലുത്തുന്നത് ചില വാക്കുകളും അക്ഷരങ്ങളും. അക്ഷരങ്ങൾ ചേർത്ത വാക്കുകളും വാക്കുകൾ ചേർത്തുള്ള വാചകങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാകും. അങ്ങനെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നവയിൽ ഒന്നാണ് മന്ത്രങ്ങൾ. അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ, ആ വാക്കുകൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? എന്ത് ശക്തിയാണുള്ളത്? അതാണ് ആ വാക്കിന്റെ ശക്തി. ഇല്ലേ? വാക്കിന് ശക്തിയുണ്ടോ? ഏത് കർമ്മങ്ങളെയും ചെയ്യിക്കുവാനും ഏത് കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാനും വാക്കുകൾക്ക് ശക്തിയുണ്ട്. അങ്ങനെയുള്ള വാക്കുകളാണ് മന്ത്രങ്ങളായി മാറുന്നത്. ആ മന്ത്രത്തിന് ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ആ ചിന്തകൾ നമുക്ക് നല്ല ചിന്തകളായാൽ ആ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിഷയം വരുന്നത് സുഭാഷിതം എന്ന് പറയുന്നത്. എന്താണ് സുഭാഷിതം എന്നാൽ? അതിന്റെ അർത്ഥം എന്താണ്? നല്ല ഭാഷിതമാണ്, നല്ല ചിന്തകളാണ്. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും എന്ത് പറയുന്നത്? സുപ്രഭാതം. വെറും പ്രഭാതമല്ല നമുക്ക് വേണ്ടത്. എന്താണ്? സുപ്രഭാതം എന്ന് പറയും. സുപ്രഭാതത്തോടുകൂടി, നല്ല പ്രഭാതത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? നല്ല വാക്കുകൾ നമുക്ക് കേൾക്കണം. ആ വാക്കുകൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അന്നത്തെ ദിവസം സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാന വിഷയവും അത് തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് കേൾക്കുകയും നല്ലത് കാണുകയും ചിന്തിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നല്ല വാക്കുകൾ, നല്ലത് ചെയ്യണം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം, പാവമാ നീ എന്നെ കാക്കുമാറാകണം, നേർവഴിക്ക് എന്നെ നീ കൊണ്ടുപോയിടണം, നേർവാഴും സങ്കടം ഭസ്മമാക്കിയിടണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ആ പ്രാർത്ഥനകളോടെ ഒരു പുതു ദിവസം നമ്മൾ ആരംഭിക്കും. നമുക്കറിയാം ആ എവിടെയോ ഉള്ള ഒരു പരബ്രഹ്മമായിരിക്കുന്ന ഈശ്വരൻ നമുക്കുണ്ടായിരുന്നു. ആ ഈശ്വരൻ എവിടെയുണ്ട്? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്.
അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വരനെ നമുക്ക് എങ്ങനെയാണ് എന്ന് കാണാം. ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ആ ഈശ്വര്യ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈശ്വര്യ. ആ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ഈ ഈശ്വരീയതയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവിടെ എവിടെയാണ് ആ ഈശ്വരീയത ഇരിക്കുന്നത്? ആ ഈശ്വരീയത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ നാമങ്ങൾ ചെല്ലുമ്പോഴും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമ്മളിൽ നിന്ന് ഗുണങ്ങൾ മറ്റുള്ളവർ പകരുമ്പോൾ അത് നമ്മളിൽ വർദ്ധിക്കും, അത് മറ്റുള്ളവർക്കും പ്രയോജനകരമാകും. അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുമ്പോഴും ആദ്യം തുടങ്ങിയിടത്തും അതിന്റെ പവിത്രത കൂടും. ഒരു വിളക്കിൽ നിന്ന് 100 വിളക്കുകൾ കത്തിച്ചാലും 1000 വിളക്കുകൾ കത്തിച്ചാലും അവസാനത്തെ ദീപവും ആദ്യത്തെ ദീപവും ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ രാവിലെ സുഭാഷിതം പറയാറുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാം, നമസ്കാരം നമസ്കാരം, നല്ല ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അതെന്താ? അല്ല, വിശേഷിച്ചൊന്നുമില്ല, ഇന്ന് നല്ല ദിവസമായിരിക്കും. നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഒന്ന് ആലോചിച്ചു, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് ആലോചിച്ചു. അപ്പൊ അത് പറയണം, നമ്മളോടത് പറയണമെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ആരോടെങ്കിലും നല്ലത് പറയണം, ഇല്ലേ? ഒരു നല്ല ശുഭരാത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരോട് വേണം ആദ്യം പറയേണ്ടതെന്നറിയാം? നമ്മളോടൊപ്പമുള്ളവരോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം. നമ്മുടെ കുട്ടികൾ നമ്മളുടെ വാക്കിനായി കാതോർത്തിരിക്കുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളോട് നല്ലത് പറയണം. നമ്മുടെ വീട്ടിലുള്ളവരോട് ഒരു നല്ല സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം, ഇല്ലേ? നമ്മളെല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയച്ചു, ഇല്ലേ? വായിച്ചു കൊടുത്തൊക്കെ എല്ലാവർക്കും വീട്ടിലുള്ളവരോട് അയച്ചു കൊടുക്കുമോ? ഇല്ല. അതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ ഒരു ഗുഡ് മോർണിംഗ്, ഒരു സുഭാഷിതം, ഒരു നല്ല വാക്ക് ചൊല്ലുവാനും നല്ലത് പറയുവാനും ഒക്കെ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മുടെ വീട് ഒരു സ്വർഗമാണ്. ആ നമ്മുടെ വീടെന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ദേവാലയം. ആ ദേവാലയമാകുന്ന നമ്മളുടെ വീടുകളെ, ആ വീട്ടിലെ ഏറ്റവും വലിയ ഗൃഹനാഥനായിരിക്കുന്ന ഭഗവാനോട് ചെന്നൊരു സുപ്രഭാതം നമ്മൾ പറയുമോ? ഭഗവാൻ സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഭഗവാൻ നിവേദ്യമൊക്കെ കഴിച്ചാൽ ചോദിച്ചിട്ടുണ്ടോ? അതെന്താ ചോദിക്കാതെ? നമ്മൾ ചോദിക്കണം. നമുക്ക് ചോദിക്കാൻ, ഭഗവാന്റെ അടുക്കൽ ചോദിക്കുവാനുള്ള ഒരു മനോധൈര്യവും സ്വാതന്ത്ര്യവും നമുക്കുണ്ടാകും. അപ്പൊ ഭഗവാന് രാവിലെ ഒരു നിവേദ്യമൊക്കെ നടന്നോ? അല്ലെങ്കിൽ ഭഗവാനോട് വളരെ ചോദിക്കണം. നമ്മൾ ഭഗവാനോട് ചോദിക്കണം, നാളെ എന്താ പറയാം ഭഗവാനോട് നിവേദ്യം. ഒന്ന് ആലോചിച്ചാൽ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരുടെയും വകയായി ഭഗവാൻ ഒരു നിവേദ്യത്തിനുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഇല്ലേ? ഭഗവാൻ ഒരു നിവേദ്യത്തിന്, ഭഗവാന്റെ 3 നേരം നിവേദ്യം നടക്കുന്നത്. ഇവിടെ എത്ര പൂജയുണ്ട്? ഇവിടെ 2, 3. എത്ര പൂജയുണ്ട്? ഏതൊക്കെ പൂജകളാണ്? ഉഷപൂജ, ഉച്ചപൂജ, അത്താഴം. ഈ പൂജയിൽ ഏതെങ്കിലും ഒരു പൂജയിൽ നമ്മളുടെ വീട്ടിൽ നിന്നും ഒരു നിവേദ്യത്തിനുള്ള ഒരു അംശം കൊടുക്കാൻ നമുക്ക്. അപ്പോഴാണ് നമുക്കൊരു ആത്മബന്ധം വരുന്നത്, ഇല്ല? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവർ കഴിച്ചാലും ഇല്ലേലും നമ്മൾ വഴിപാട് ഭക്ഷണം കൊടുക്കില്ലേ? അതുപോലെയാകണം ഭഗവാൻ. നമ്മുടെ വീട്ടിൽ വെക്കുന്ന നിവേദ്യത്തിൽ, നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന നമ്മളുടെ വീട്ടിൽ നിന്നും ഒരു നിവേദ്യത്തിന്റെ അംശം ഭഗവാനുള്ളതാക്കി കൊടുക്കാൻ സാധിക്കും. അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഭഗവാനോട് നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാൻ. ഭഗവാൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? അല്ലെങ്കിൽ ഭഗവാൻ ഭക്ഷണത്തിന് ഇന്നത്തെ ഭക്ഷണമൊക്കെ നിവേദ്യമൊക്കെ നന്നായി കഴിച്ചോ? ഭഗവാൻ സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു മാനസികമായിരിക്കുന്ന ആത്മബന്ധം നമുക്ക് ആ ആത്മബന്ധത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ആത്മബന്ധത്തിലേക്ക് ചെന്നെത്താൻ കഴിയുന്നവരായി നമ്മൾ മാറി കഴിയുമ്പോൾ നമ്മൾ ഭഗവാനോട് പറയും, നമ്മൾ സുഹൃത്തുക്കളായി മാറും. സഖ്യം എന്ന് പറയുന്ന ബന്ധം നമുക്ക് അവിടെ വരും.
ഇവിടെ ആ സഖ്യം എന്ന ഗുണത്തിന് വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ ആ വൃന്ദാവനത്തിലേക്ക് വൃഷഭാനു സ്വന്തം പത്നിയോടൊപ്പം ആനപ്പുറത്തിരുന്ന് തന്റെ പുത്രിയായിരിക്കുന്ന രാധയും കൊണ്ട് ഗായകന്മാരായിക്കൊണ്ട് കീർത്തനങ്ങൾ പാടി മൃദംഗവും താളവും വീണയും വേണുവും എന്നിവയുടെയൊക്കെ മധുരതരമായിരിക്കുന്ന ധ്വനികളും കേട്ടുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് എത്തി. അപ്പോഴാണ് രാധ എത്തുന്നത്. ആദ്യം കൃഷ്ണനൊക്കെ എത്തി, അത് കഴിഞ്ഞിട്ടാണ് രാധ എത്തുന്നത്. എന്തിനാണ്? സന്തോഷത്തോടുകൂടി ആനന്ദകരമായിട്ട് അവരെത്തിയത്. അവർ ആനന്ദകരമായി അവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി? എല്ലാവരും ബന്ധുക്കൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ അവരവരുടെ വീടുകൾ വെച്ചുണ്ടാക്കി അതിലേക്ക് താമസങ്ങളാക്കി. അവരവിടെ വെവ്വേറെ കുടിലുകൾ ഉണ്ടാക്കി അവിടെ സന്തോഷത്തോടുകൂടി അവർ താമസിച്ചു. എന്നിട്ട് വൃഷഭാനുപുരം എന്ന പേര് അതിന് നൽകി. ആ വൃഷഭാനുപുരത്തിന് എത്ര വിസ്തീർണം ഉണ്ടായിരുന്നു അറിയാമോ? അതിന് ബർസാന എന്നാണ് പറയുന്നത്. ബർസാന കേട്ടിട്ടുണ്ടോ? ബർസാന എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അതിന് 32 മൈല് വിസ്താരം ഉണ്ടായിരുന്നു എന്നാണ്. അതിന് ചുറ്റിനും വലിയ കോട്ടയുണ്ടാക്കി. ആ കോട്ടയിൽ 7 പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കി. കോട്ടയ്ക്കകത്ത് വിശാലമായിരിക്കുന്ന സഭാമണ്ഡലങ്ങൾ ഉണ്ടാക്കി. അനേകം സരോവരങ്ങൾ ആ ദുർഗത്തിന്റെ ശോഭയെ വർദ്ധിപ്പിച്ചുകൊണ്ട് മനോഹരമായിരിക്കുന്ന രാജമാർഗങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവിടെ 1000 കുഞ്ചന്നങ്ങളുടെ ആ ഒരു പുരിയുടെ ശോഭ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ബർസാന എന്ന് പറയുന്ന വൃഷഭാനുപുരം തിളങ്ങി. ഇവിടെ വൃന്ദാവനത്തിൽ അങ്ങനെ അനവധി വൃഷഭാനുപുരങ്ങൾ അവിടെ ഉണ്ടാക്കും. ഓരോരുത്തരും 6 വൃഷഭാനുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഓരോരുത്തരും കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ അവർ ഓരോരുത്തരും ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൊരിടത്താണ് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ നന്ദഗോപരോടൊപ്പം ഉള്ളത്. അവിടെ നിന്നും അതിരാവിലെ എഴുന്നേറ്റ് ഭഗവാൻ എന്ത് ചെയ്യും? ആദ്യം ചെന്ന് കാര്യം വിളിക്കും. തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രസ്വാമിയെ വിളിക്കും. ആ ബലഭദ്രസ്വാമിയോട് പറയും, വരും നമുക്ക് കൂട്ടുകാരിലേക്ക് പോകാം. അങ്ങനെ കൂട്ടുകാരായിരിക്കുന്ന പലരുണ്ടവർ. അവരുടെ അടുക്കലേക്ക് കൃഷ്ണനും ആ ബലഭദ്രസ്വാമിയും കൂടെ ചെന്നിട്ട് അവര് കൂട്ടുകാരെല്ലാവരും കൂടി എന്ത് ചെയ്യും? പശുക്കളെയും കൊണ്ട് അവർ ഇങ്ങനെ നടന്നു പോകും. അവർ നടന്ന് കൃഷ്ണൻ ആദ്യം മുൻപേ നടക്കും. എന്ത് ചെയ്യും? കൃഷ്ണൻ ഇങ്ങനെ മുമ്പേ നടക്കുമ്പോൾ കൃഷ്ണന്റെ പുറകെ ബാക്കിയുള്ള ഗോപന്മാരും എല്ലാം പുറകെ ചെല്ലും. പശുക്കൾ അവരുടെ പുറകെ പോകും. അതിന്റെ പുറകെ പശുക്കിടാക്കളൊന്നും പോകും. അവരിങ്ങനെ ചെന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പശുക്കളെല്ലാം ഈ കൃഷ്ണന്റെയും ഒക്കെ ചുറ്റിനും ഇരുന്ന് കഴിയുമ്പോൾ ഭഗവാൻ പറയും, എല്ലാവരും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ. എല്ലാവരും പോയി എല്ലാവരും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാൻ പോകും. അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൃഷ്ണനും ബലഭദ്രസ്വാമി എല്ലാം കൂടെ അവരവിടെ നിന്ന് പന്ത് കളിക്കും. അങ്ങനെ അവർ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നോക്കിയപ്പോൾ ഉണ്ട് ഒരു പശു. തന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പശു. ആ പശു എന്ത് ചെയ്തു? അതിന്റെ വാലൊക്കെ അങ്ങോട്ട് പൊക്കി ദേഷ്യത്തിൽ ദൂരെ ഇങ്ങനെ ഓടി വരുന്നത് കാണും. കൃഷ്ണൻ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓടി ഇങ്ങോട്ട് വന്ന് കൃഷ്ണൻ കടക്കെ വന്നിട്ട് കൃഷ്ണനെ കാലുകൊണ്ട് ഒറ്റ തൊഴി വെച്ചു. അത്രയും പശുവിനറിയാം. പശു കണ്ണു തുറന്ന് നോക്കിയപ്പോ ഇങ്ങനെ പശു ഇങ്ങനെ ആകാശത്തിലാണ് ഇങ്ങനെ കറങ്ങുക. നോക്കിയപ്പോ എന്താണ്? അതിന്റെ വാലിന്റെ ഒരറ്റ എവിടെ ഇരിക്കുക? ഭഗവാന്റെ കയ്യില് ഇരിക്കുക. ആ ഒറ്റ തൊഴി തൊഴിച്ചതേ കൃഷ്ണൻ ആ പശുവിന് ഓർമ്മയുള്ളൂ. പക്ഷെ പശുവിനെ ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ചുരുട്ടി കറക്കി ദൂരേക്ക് വലിച്ചു. ആ പശു ഇങ്ങനെ ദൂരേക്ക് തെറിച്ച് ചെന്ന മലയുടെ ഒരു സൈഡിൽ ചെന്ന് ഇടിച്ച് തകർന്ന് തരിപ്പണമായി തറയിൽ വീണപ്പോ അതൊരു വലിയ അസുരനായി മാറി. വത്സാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനായി ഒരു പശുവിന്റെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാനെ കൊല്ലു. ആരിട്ടതാണ്? കംസം വിട്ടത്. കാരണം എന്താണ്? അസുരന്മാരെപ്പോഴും പകയുടെ പ്രത്യേകതയാണ്. എവിടെ പോയാലും ഈ പകയും കൂടെ പോകും. ഇല്ലേ? നമുക്കില്ലേ പക? ഉണ്ടോ? അതേ ഉള്ളൂ. നമുക്കും പകയുണ്ടല്ലേ? നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും പക നമ്മളെ മാറുന്നത്. ഇതൊന്നും ഇവിടുത്തെ ഉള്ളതല്ല. ഇവിടെ ആർക്കും അങ്ങനെയുള്ള പകകളൊന്നുമില്ല. അപ്പൊ അങ്ങനെ പകയുടെ ഒരു പ്രത്യേകത ഏതാണ്? അവിടെയാണ് കംസന്റെ പ്രത്യേകത ഏതാണ്? കംസൻ എന്താണ്? ഇവൻ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിരിക്കുക. എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിരുന്നിട്ട് അങ്ങോട്ട്
പകയുടെ ഫലമായിട്ടുള്ള ശത്രുതകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഓരോരുത്തർ അതിനാദ്യം വിട്ടതാണ് വത്സാസുരൻ. അപ്പൊ വത്സാസുരനെ അങ്ങ് കൊന്നു. എന്നിട്ട് ഈ വാലെ പിടിച്ചൊരു ഏറെറിഞ്ഞ് ആ ഒരു പർവ്വതത്തിന്റെ മുകളിൽ തട്ടി തകർന്ന് തരിപ്പണമായിട്ട് അവിടെ. അങ്ങനെ ആ വത്സാസുരൻ അങ്ങ് മരിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ബഹുലാശ രാജാവിന് സംശയം, അതാരായിരുന്നു ഈ വത്സാസുരൻ എന്ന് പറഞ്ഞ ആള്? ഇദ്ദേഹത്തിന് എന്തിനാ ഇങ്ങനെ ഈ ഭഗവാന്റെ അടുത്ത് പോയി വല്ല കാര്യം ഉണ്ടായിരുന്നു ഭഗവാന്റെ അടുത്ത് പോയി മരിക്കേണ്ടത്? അതെന്താ ആരാണെന്ന് ചോദിച്ച സമയത്ത് നാരദ മഹർഷി അതിനൊരു മറുപടി പറയുക. പണ്ട് പ്രമീളൻ എന്ന് പേരായുള്ള ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മുരൻ എന്നാണ്. മുരന് പ്രമീളൻ എന്ന പേരായിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു. ഈ അസുരന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അസുരൻ ദേവന്മാരെ പോലും കീഴടക്കുന്ന അല്ലെങ്കിൽ ശക്തി കൊണ്ട് കീഴടക്കിയ ആളായിരുന്നു. ആ അസുരൻ ദേവന്മാരെ പോലും കീഴടക്കി. ഒരു ദിവസം പ്രമീളൻ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ എന്താണ് അവിടെ ഒരു പശു കാമധേനു എന്നത്. ഈ കാമധേനു എന്ന പശുവിനെ കിട്ടാനായിട്ട് പ്രമീളൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് അവിടെ ചെന്ന് പശുവിനെ യാചിച്ചു. പക്ഷെ മഹർഷിക്ക് എന്തായെന്നറിയാം, ഈ ആള് വന്ന് ചോദിച്ചപ്പോഴേ മനസ്സിലായി. നമ്മൾ പറഞ്ഞില്ലേ 3 തരത്തിലുള്ള ആൾക്കാരുണ്ടോ ഇല്ലേ? ഓർമ്മയുണ്ടോ? നമ്മള് 3 പേര്, നമ്മളുടെ 3 പേര്, നമ്മളിലുള്ള 3 പേര്. അത് അറിയുന്ന എവിടുന്നാണെന്നറിയാം? നമ്മളുടെ പാദങ്ങൾ കണ്ടു കാണുമ്പോൾ അറിയാം. നമ്മള് വന്ന് ചോദിക്കുമ്പോ സമയത്ത് നമ്മളുടെ പാദങ്ങളുടെ സ്ഥാനം കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് പറയാമെന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. നമ്മുടെ പാദം കണ്ട് നമ്മൾ വരുന്നത് കണ്ടിട്ട് അതിനൊരു ഭാഗം പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ വേറൊരു ഭാഗം പറയുന്നുണ്ട്, അനിമിത്തങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ശാസ്ത്രവും ഇതിനെയൊക്കെ വളരെ കൃത്യമായി പറയുന്ന ഒരു ശാസ്ത്രം. ഒരാളുടെ രൂപവും ഭാവവും വാക്കും ചിന്തയും ഒക്കെ പറയുന്നു. കണ്ണുകൾക്ക് പോലും എന്താണ് എന്ന് പറയുന്ന അതിനെയാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല, ദേവന്മാരൊക്കെ മുനിമാരും ദേവന്മാരും ഒക്കെ ജ്ഞാനദൃഷ്ടി ലൈവായിട്ട് പ്രോഗ്രാം കാണുന്ന അന്നേ ഉണ്ടായിരുന്ന ലൈവ്. ആദ്യമായിട്ട് ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിയത് ആരാന്നറിയാം? ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിയത് അങ്ങനൊരു കൺസെപ്റ്റ് തന്നതാരാണ്? ഭഗവതി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാചൈവ കിമ കുർവതു സഞ്ജയ. അപ്പോഴാണ് അതങ്ങനെ ചോദിച്ചപ്പോൾ ആര് ചോദിച്ചു? ധൃതരാഷ്ട്രൻ ആരോട് ചോദിച്ചു? സഞ്ജയനോട് ചോദിച്ചു. സഞ്ജയനാണ് ഫസ്റ്റ് കമന്ററി എന്ന് പറഞ്ഞത് അല്ലേ? അവിടെ പാണ്ഡവന്മാരും കൗരവന്മാരും ഇതാ രണ്ടറ്റത്ത് നിൽക്കുന്നു. അതാ അങ്ങലേക്ക് നോക്കുമ്പോൾ ആര് വരുന്നു? ഇതാ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കൊണ്ട് രഥം മുന്നോട്ട് വരികയാണ്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അർജുനൻ ഇതാ വന്ന് അർജുനൻ ഇരിക്കുന്ന ഭഗവാന്റെ രഥം ഇതാ 2 സേനകളുടെയും മധ്യത്തെ ഇതാ നിർത്തിയിരിക്കുന്നു. ഇതാ അർജുനൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഭഗവാനോട് കൃഷ്ണൻ എന്തോ ഭഗവാൻ കൃഷ്ണനോട് എന്തോ അർജുനൻ ചോദിക്കുന്നു. അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു എന്ത് അല്ലേ? ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റിംഗ് പ്രോഗ്രാമാണ്. ആലോചിച്ചു അങ്ങനെ കൺസെപ്റ്റ് തന്നു ആരാണ്? നമ്മുടെ സംസ്കാരം. വൈമാനിക സൂത്രം കേട്ടിട്ടുണ്ട്? ഭരദ്വാജ മഹർഷിയുടെ വൈമാനിക സൂത്രം. വിമാനം ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ റൈറ്റ് സഹോദരന്മാരാണ്, എല്ലാം റൈറ്റ് സഹോദരന്മാരാണെന്ന് എഴുതിയാലും മാർക്ക് തരുന്നു. പക്ഷേ റൈറ്റ് സഹോദരന്മാരുടെ അപ്പനപ്പൂപ്പന്മാർ ജനിക്കുന്ന കാലത്തിന് മുമ്പേ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എഴുതി വെച്ചിരുന്നു വിമാനങ്ങൾ 10 വിധം. വൈമാനിക സൂത്രം എന്നാണ്. വൈമാനിക സൂത്രത്തിൽ ഭരദ്വാജൻ എന്ന് പറയുന്ന മഹർഷി, ആ ഭരദ്വാജൻ എന്ന മഹർഷി വൈമാനിക സൂത്രം കണ്ടുപിടിച്ചിട്ട്
അത് പറഞ്ഞു തന്നു. അതിൽ 10 തരം വിമാനങ്ങൾ പറയുന്നു. 10ാമത്തേതാണ് പുഷ്പക വിമാനം. അതിൽ 6 7 വരെയാണ് നമ്മൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. സൂപ്പർസോണിക് നീ കണ്ടുപിടിക്കാറുണ്ടോ? അതിൽ ഓരോന്നോരോന്നോരോന്ന് കൊണ്ട് നടക്കാൻ നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മളുടെ സന്ദേശങ്ങൾ മറ്റൊരിടത്തേക്ക് കൊടുക്കാൻ നിന്ന ശാസ്ത്രം കണ്ടെത്തി. പിന്നീട് അതായത് കണ്ടുപിടിച്ച് മൊബൈലായി അല്ലേ? നമുക്ക് എവിടെ ഇരുന്നാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫീലിംഗ് ബാഡ് അല്ലെങ്കിൽ ഫീലിംഗ് സാഡ് ഒക്കെ കൊടുക്കാം അല്ലേ? എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആ തലത്തിലേക്ക് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന് പോലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സംസ്കാരത്തിലെ ഓരോ കാര്യങ്ങൾക്കും വേണം. അപ്പോൾ അങ്ങനെ ഈ ബ്രാഹ്മണ വേഷം ധരിച്ച് പ്രമീളൻ എന്ന് പറയുന്ന ആൾ അസുരധാരിയായിരിക്കുന്ന ആള് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ വസിഷ്ഠ മഹർഷിയോട് ചെന്ന് യാചിച്ചു ഈ കാമധേനുവിനെ തരണം. അവിടെ ചെന്നപ്പോ കാമധേനുവിനെ ചോദിക്കാനായി ചെന്ന ആസുരികതയുള്ളവർ ആസുരികതയുടെ ഭാഷയിലെ സംസാരിക്കത്തുള്ളൂ. അവരുടെ സംസാരം കേട്ടാൽ അറിയാം ആരാണെന്ന് പറയത്തില്ല. ചിലരുടെ ഭാഷ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് ഭാഷ കേട്ടപ്പോ അത് പറഞ്ഞു തന്നതാരെന്നറിയാം. ആദ്യം നമ്മളോട് പറഞ്ഞു ഒരാളുടെ ഭാഷ കൊണ്ട് ഒരാളെ അളന്നത് എവിടെയാണെന്ന് പറയുന്നുണ്ട് അറിയാം. രാമായണത്തിൽ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അടുക്കൽ വന്ന ഒരാൾ വന്ന് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ശ്രീരാമൻ പറഞ്ഞു, ഈ വന്നിരിക്കുന്നവൻ ബ്രാഹ്മണനൊന്നുമല്ല, ഇവൻ ഒരു വലിയ വൈയാകരണനാണ്. ഇവന്റെ വാക്കിൽ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരവശബ്ദം എന്നുമേ ഇല്ല. ചോദിച്ചു, നീ ആരാണ്? നീ വന്ന ആളൊന്നും അല്ലെന്നറിയാം, നീ ആരാണെന്ന് സത്യം പറയണം. അപ്പോ തൊഴുതുകൊണ്ട് ആള് പറഞ്ഞു, എന്റെ പേര് ഹനുമാനെന്നാണ്, ഞാൻ സുഗ്രീവന്റെ മന്ത്രി പറഞ്ഞു. ആ അങ്ങനെ പറ, കാരണം എന്താണ്? നിന്റെ വാക്കുകൾ, നിന്റെ കുലീനത്വം കൊണ്ട് എനിക്ക് മനസ്സിലാവും നീ ആരാണ് എന്ന്. അപ്പൊ പറഞ്ഞു, സത്യം പറയാൻ നമ്മളെ എങ്ങും ഒരു അപശബ്ദമില്ലെന്നാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു അപശബ്ദം പോലും ഇല്ലാതെ. അപ്പൊ അങ്ങനെ ഇവിടെ ഈ പറയുന്ന പ്രമീളനെ ഋഷിക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ എടുത്തോണ്ട് പോകാനായിട്ട് തുടങ്ങി. യാചിച്ചു. മഹർഷി ദീർഘദർശി ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കുകയും മൗനത്തോടുകൂടി നിന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നന്ദിനി പശു തന്നെ അതിന് സ്വയം ഉത്തരം കൊടുത്തു എന്നാണ് പറഞ്ഞത്. നീ മുരന്റെ പുത്രനായിരിക്കുന്ന അസുരനാണ്, മുനിയുടെ പശു, അതായത് എന്നെ നീ അപഹരിക്കാനായിട്ടാണ് നീ ബ്രാഹ്മണ വേഷം ധരിച്ചത്, അതുകൊണ്ട് നീ ഒരു പശുക്കുട്ടിയായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. ആര്? പ്രമീളനെ ശപിച്ചു. ആര് ശപിച്ചു? പശു, ആ കാമധേനു ശപിച്ചു. ആ കാമധേനു ശപിച്ചതാണ്, ആ ആളാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞതോടുകൂടി അസുരൻ എന്ത് ചെയ്തു? പശുക്കിടാവായിട്ട് മാറി. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഈ നന്ദിനി പശുവിനെയും മുനിയെയൊക്കെ അങ്ങോട്ട് ഒരുപാട് പ്രദക്ഷിണമൊക്കെ ചെയ്തിട്ട് പ്രമീളൻ എന്ന് പറഞ്ഞു, അത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദിനി പശു പറഞ്ഞു, കാമധേനു പറഞ്ഞു, സാരമില്ല, വിഷമിക്കണ്ട, നിനക്കൊരു ഭാഗ്യം തരാം. എന്താണ്? ഭഗവാനിൽ നിന്നും നിനക്ക് മോക്ഷം ലഭിക്കും, ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് മോക്ഷം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനിൽ നിന്നും മോക്ഷം ലഭിച്ചു. ആർക്ക്? വത്സാസുരനായി മാറിയ പ്രമീളൻ എന്ന പേരുള്ള അസുരൻ. ഇത് എവിടെങ്കിലൊക്കെ എഴുതിയിട്ടാൽ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ വീട്ടിലെ 10-5 ദിവസം 2 മാസം കഴിയുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ആ പേപ്പറൊക്കെ കാണുമ്പോൾ പ്രമീളൻ, ആരാണ് ആ പ്രമീളൻ അല്ലേ? അപ്പൊ നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെ അതാണ് പ്രമീളന്റെ ഈ വത്സാസുരന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, എന്നിട്ട് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദിവസം കൃഷ്ണനും ബലരാമനും കൂടി പശുക്കുട്ടികളെയൊക്കെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ കൊക്കിന്റെ രൂപത്തിലുള്ള ഒരസുരൻ ചെന്നു. കൊക്കിന്റെ രൂപത്തിലുള്ള ഒരസുരൻ ചെന്നു. ഇവിടെ ഈ കൃഷ്ണൻ ബലത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള അസുരന്മാരെ പറയുന്നത് എന്തിനാണെന്നറിയാം? ഓരോ രൂപത്തിലുണ്ട്. ശത്രുക്കൾ നമുക്ക് വരുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും. നമ്മൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല അവൻ ശത്രുവായിരുന്നു, അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ നമുക്കിതൊന്നും മനസ്സിലാകും. ലാസ്റ്റ് നമുക്ക് അവസാനം ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്കത് ശത്രുവിനോട് കൂടിയിട്ടാണല്ലോ എനിക്ക് തന്നതെന്ന്.
അങ്ങനെ കൊക്കിന്റെ രൂപത്തിലുള്ള ഒരു അസുരൻ വന്നു. ഈ അസുരന്റെ പേര് ബഗൻ എന്നാണ്. ബഗാസുരൻ എന്ന് പറയും. അങ്ങനെ ബഗാസുരൻ എന്ത് ചെയ്തു? ഈ ശ്വേതപർവ്വതത്തെ പോലെ ഉയർന്നു വന്ന അസുരന് വളരെ പൊക്കമുള്ള കാലുകളും മേഘഗർജനം പോലെയുള്ള ധ്വനിയും ഉണ്ടായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗോപബാലന്മാരെല്ലാം ഈ കൊക്കിനെ കണ്ടുകൊണ്ട് ഭയന്ന് ഈ ശബ്ദം കേട്ട് വിറച്ചുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ ഭഗവാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് ഈ കൊക്ക അങ്ങോട്ട് എന്റെ ചുണ്ട് അങ്ങോട്ട് വിടർത്തി. ഭഗവാൻ അങ്ങോട്ട് കയറി നടന്ന് ചെന്ന് അതോട്ടം കയറി. ഒരു വലിയ ഗുഹയിലോട്ട് ചെന്ന് കയറുന്ന പോലെ അകത്ത് കയറി ഇതങ്ങ് വായ കടക്കുകയും ചെയ്തു. ഈ ചുണ്ടങ്ങ് അടച്ചു. അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു ഹാഹാ ശബ്ദം മുഴക്കിക്കൊണ്ട് ഉടൻ തന്നെ ആ വയറ് പിളർന്നുകൊണ്ട് ഭഗവാൻ പൂർത്തിയായി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം? ആ ചുണ്ടിലോട്ട് പിടിച്ച് രണ്ടായിട്ടങ്ങ് മാറ്റി എന്ന് തോന്നുന്നു. അപ്പൊ അതോടുകൂടി എന്താണ്? ബഗാസുരന്റെ കഥയിൽ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ അവര് അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഓരോ ദേവതകളും, അതായത് ഒരു കഥാഭാഗത്ത് പറയുന്നുണ്ട്, ബഗാസുരൻ കൃഷ്ണനെ വിഴുങ്ങിയ സമയത്ത് എല്ലാ ദേവന്മാരും എത്തുന്നു എന്ന് പറയും. ഇന്ദ്രൻ വന്ന വജ്രായുധം ഉപയോഗിച്ചെന്നും ബാക്കിയുള്ള ഒരുപാട് ഭദ്രകാളി കൊണ്ടുവന്ന വേഗശാലിയായിരിക്കുന്ന ഭദ്രകാളി വന്ന് ബഗാസുരന്റെ മേൽ ഗത കൊണ്ട് അടിച്ചു എന്നും സ്കന്ദൻ ബഗാസുരന്റെ മേൽ കുന്തം പ്രയോഗിച്ചെന്നും ഒക്കെ പറഞ്ഞ് എല്ലാ വിധത്തിലും എല്ലാ ദേവതകളും ബഗാസുരനോട് യുദ്ധം ചെയ്തു എന്നാണ്. അങ്ങനെ ബഗാസുരനോട് യുദ്ധം ചെയ്ത് അവസാനമാണ് ബഗാസുരനെ ഭഗവാൻ എന്ത് ചെയ്ത് പുറത്തു വന്ന കൊന്ന ചുണ്ടുകൾ പോലും പിളർന്നു തന്നെ കൊന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ ആർക്കും സംശയം, നമ്മുടെ ബഹിരാശ രാജാവിന് ഒരു സംശയം, ആരായിരുന്നു ഈ ബഗാസുരൻ? ബഗാസുരന് ആരായിരുന്നു? അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, പണ്ട് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു ദൈത്യന്റെ പുത്രനായിരുന്ന ഉൽക്കലൻ എന്നു പേരുള്ള ഒരാളുണ്ട്. ഹയഗ്രീവൻ എന്നു പേരുള്ള ആളുടെ മകനായിരിക്കുന്ന ഉൽക്കലൻ എന്ന് പറഞ്ഞ ആള്. ഈ സാമ്പാർ വലിയ പ്രശ്നമാണ്. ഒരു ചേഞ്ച് വേണം. ഇരിക്കുന്നവർക്ക് സാമ്പാർ ഒരുപാടാണ്. ഇങ്ങനെ ഏവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തുമരയൊക്കെ. അതിനെന്താ സാധാരണ സാമ്പാർ ചെയ്യുന്നത്? ഇഞ്ചിയല്ല, കായച്ച. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, സാമ്പാറിന് മേൽപ്പൊടി കുളത്തിൽ നിന്നും സർപ്പവൈരി വനത്തിലേക്ക് എത്ര ദൂരം? പണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അവര് ചോദിച്ചിട്ട് ആർക്കും അതിന്റെ അർത്ഥം അറിയത്തില്ല. അപ്പൊ അങ്ങനെ വീണ്ടും ആ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോ വീട്ടിലെ സ്ത്രീ പറഞ്ഞു ഇത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ. അതിനെന്തോ ഒരു ഉത്തരത്തിനകത്തിൽ എന്തോ ഒരു ദൂരം. അപ്പൊ ഇത് കേട്ട ആള്, അത് അവിടുത്തെ രാജാവ്, കായംകുളത്തെ രാജാവിന്റെ അടുത്ത് ആരാണ് ചോദിച്ചത്. അപ്പൊ രാജാവ് ഇതിന്റെ അർത്ഥം ചോദിച്ചതാണ് അവിടെ. അപ്പൊ അതിന് മറുപടി ഇയാളാ പറഞ്ഞു. അപ്പൊ മറുപടി പറഞ്ഞ അതിനെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തോ ഇതിന്റെ അർത്ഥം? സാമ്പാറിന് മേപ്പൊടി കുളത്തിൽ നിന്നും. സാമ്പാറിന്റെ മേപ്പൊടി എന്താണ്? കായംകുളത്ത്, കായമാണ്. കായംകുളത്ത് നിന്നും സർപ്പവൈരി ആരാണ്? സർപ്പത്തിന്റെ വൈരി ആരാണ്? പാമ്പിന്റെ വൈരിയാണ്. ശത്രു ആരാണ്? സർപ്പവൈരി വനം കീരിക്കാട് കേട്ടിട്ടുണ്ടോ? അപ്പുറത്തൊരു സ്ഥലമാണ്, കായംകുളത്തിനടുത്തൊരു സ്ഥലമാണ് കീരിക്കാട്. കേട്ടിട്ടുണ്ടോ? എന്നൊരു സ്ഥലമാണ്. ഇതായിരുന്നു അന്നത് പറഞ്ഞ അങ്ങ് അമ്മാനിട്ട പോലെ കിട്ടി. അങ്ങനെ പറയും. ഇപ്പൊ കായ നമ്മള് ഒന്നുകിൽ കായ കൂട്ടണം, ഇല്ലെങ്കിൽ സാധാരണ ഈ യജ്ഞശാലകളിലും സപ്താഹ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരം സാധനങ്ങളാണ് ഈ മുട്ടക്കൂസും പിന്നെ സാമ്പാറും ഒക്കെ. ഇതൊക്കെ വെക്കുന്നവർക്ക് അതിന്റെ പ്രയാസം അറിയത്തില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർക്ക് ഇതിന്റെ പാടാറിയത്തില്ല. കഴിച്ചവരൊക്കെ അങ്ങ് പോയി. ഏറ്റവും കഴിച്ചവരൊക്കെ അവർ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നു. നമ്മളിവിടെ കിടന്ന്
നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അപ്പൊ ഇതാരാണ്, ഈ ബകാസുരൻ ആരാണ് എന്ന് ഒരു സംശയം. അപ്പൊ ബകാസുരൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തു. പണ്ട് ഹയഗ്രീവൻ എന്ന് പറയുന്ന ദൈത്യന്റെ മകനായിരിക്കുന്ന ഉൽക്കലൻ, അവന് യുദ്ധത്തിൽ ദേവന്മാരെ എല്ലാം തോൽപ്പിച്ച് ദേവേന്ദ്രന്റെ കുട തട്ടിയെടുത്തു. ആ അവസരത്തിൽ മറ്റനേകം രാജാക്കന്മാരെയും മനുഷ്യരെയും തോൽപ്പിച്ച് രാജസമ്പത്ത് തട്ടിയെടുത്ത് 6 വർഷക്കാലം സൗഭാഗ്യ രാജാവായിട്ട് സുഖഭോഗങ്ങളോടുകൂടി ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇനി ആ കുറച്ചു നാളൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കളഞ്ഞിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചതിനെ പോയപ്പോൾ ജാജല്യ മുനി എന്ന് പറയുന്ന ഒരു മുനിയുണ്ട്. ജാജല്യ മുനി എന്ന് പറയുന്ന മുനിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ജലാശയത്തിൽ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു ജലാശയമുണ്ട്, ആ ജലാശയത്തിലെ മീനിനെ ചൂണ്ടയിട്ട് പിടിച്ചു. മീൻ പിടിക്കുന്നത് കണ്ട മുനി എന്ത് ചെയ്തു, ഇങ്ങോട്ട് വിളിച്ചിരുന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെയാണോ ഇതിനെ പിടിച്ചെടുത്തത് അതുകൊണ്ട് അതേ രൂപമാകട്ടെ. ഇങ്ങനെയാണ് കൊക്കായി പറയുന്നത്. ഈ എവിടെയെങ്കിലും പോയി ചൂണ്ടയിടാൻ പോകുമ്പോൾ ഓർത്തോണം, ഏതെങ്കിലും ജാജല്യ മുനിയുടെ ആണോ ഇല്ലാതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ വേണ്ട, ഇതൊക്കെ നമുക്ക് പറഞ്ഞ നിർദ്ദേശങ്ങളാണ്. നമ്മൾ ചൂണ്ടയിടാനൊക്കെ പോകുമ്പോൾ നമുക്കുള്ള നിർദ്ദേശങ്ങളോടാണിത്. നീ കൊക്കിനെ പോലെ മീൻ പിടിക്കുമ്പോ നീ ആലോചിച്ചോണം, നീ അടുത്ത ജന്മം ഒരു കൊക്കായിട്ട് മാറട്ടെ. അങ്ങനെയാണ് ആരായിട്ട് വന്നത്? ബകാസുരൻ ആരാണ്? ഹയഗ്രീവന്റെ മകനായിരിക്കുന്ന ഉൽക്കലൻ. ഉൽക്കലനെ ആരാണ് ശപിച്ചത്? ജാജല്യ മുനി. ഇപ്പൊ കൊക്കിനെ കാണുമ്പോഴൊക്കെ നമുക്ക് പറയാം, കൊക്കിന്റെ പുറകിൽ ഇങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. ഓരോരുത്തരൊക്കെ മീൻ പിടിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം ജാജല്യ മുനിയുടെ ആണെന്നൊക്കെ അറിഞ്ഞിട്ട് മതി എന്ന് പറയാം നോക്കട്ടെ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സ്വർണത്തിലും മണ്ണിലും സുഖത്തിലും ദുഃഖത്തിലും സമഭാവന വെച്ച് പുലർത്തുന്ന മഹാത്മാക്കളായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇനിയുമുള്ള പുണ്യ സങ്കല്പങ്ങളായിരിക്കുന്ന അനുഗ്രഹ കലകളുള്ള കഥകൾ എനിക്ക് കേട്ടാ കൊള്ളാം എന്ന് ആര് പറഞ്ഞു? നാരദ മുനിയോട് ബൃഹരാശ രാജാവ് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനെ പറ്റിയാണ് പറഞ്ഞത്. ഇല്ലേ, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിവുള്ളവനാണ് ആര്? ഭഗവാൻ. അപ്പം എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിവുള്ളവനായിരിക്കുന്ന ഭഗവാന്റെ പരമപ്രധാനമായിരിക്കുന്ന തത്വങ്ങളും ഗുണങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും ആരായി മാറും? ഭഗവാൻ ബുദ്ധരായിട്ട് നമ്മൾ മാറും. അങ്ങനെ ഭഗവാൻ ബുദ്ധരായിട്ടൊക്കെ നമ്മൾ മാറുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ ഭഗവാന്റെ വിശേഷതകൾ നമ്മൾ അറിയും തോറും നമുക്ക് ഭഗവാന്റെ ഒരു പവിത്രതയെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ജാജല്യ മുനിയുടെ ശാപം നിമിത്തം ഉണ്ടായ ബകാസുരന്റെ ശാപമോക്ഷമെല്ലാം ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലെത്തി പശുക്കളെയും ഒക്കെ കാര്യമേച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സന്തോഷകരമായിട്ട് മാറി എന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിശേഷത എന്ന് പറയുന്നത്, നന്മയുള്ളവരായ ആണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്നതെല്ലാം നന്മകളുടെ ഭാഗമായി. അതിനൊരൊറ്റ വാക്കുണ്ട് നമ്മളുടെ ഇത്, അതാണ് നമ്മൾ പറയുന്ന കൈപുണ്യം എന്ന് പറയുന്നത്. ഇല്ലേ, നല്ല കൈപുണ്യാന്നൊക്കെ നമ്മൾ പറയുന്നില്ല. കഴിക്കുന്നതിനല്ല, എന്ത് കാര്യങ്ങൾക്കും ചിലതെടുത്താൽ അതിന് വളരെ പ്രത്യേക സ്വാദാണല്ലേ. എന്താണ്? അവരുടെ മനസ്സിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്നാണ്. ആ സവിശേഷത നമുക്കുണ്ടാകുന്നത് എന്താണ്? എങ്ങനെയാണ്? മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ കണ്ണറിയാതെ ഇങ്ങനെ അടയുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. എത്ര പ്രയാസപ്പെട്ടാണെന്നറിയാമോ? ഒരു വലിയ എന്താണ്, ബകാസുരന് പോലും ഇത്രയും പ്രയാസമില്ലായിരുന്നു കണ്ണു പിടിക്കാൻ. ആ കണ്ണങ്ങനെ ഇങ്ങനെ പോകുന്ന കണ്ണിനെ
ഇത് പുസ്തകം അല്ലെങ്കിൽ ഇത് നാട്ടുകാർ മൊത്തം ഇവിടെ കണ്ടോണ്ടിരിക്കുക. കണ്ടോ, ഈ നാട്ടില് രാത്രി ഈ സമയമായിട്ടും 3-4 പേര് മനോജ് കുമാർ കെ ആർ അങ്ങനെ കുറെ പേര് കണ്ടോണ്ടിരിക്കുന്നു. ലൈവ് ഇപ്പോഴും ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്നവർ, പല സ്ഥലങ്ങളിലുള്ളവർ. ഉച്ചക്കൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് 20-25 പേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പുറത്തുള്ളവരാണ്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിശേഷത. മനോജ് കുമാർ കെ ആർ, ഇത് വേറൊരു ലൈവ് ആകും. കൃത്യമായിട്ട് ഫുള്ള് മുഴുവൻ ലൈവ് പോകും. ഇല്ല, നമ്മുടെ ഏറ്റവും കാര്യങ്ങൾ ലൈവ് പോകുന്നു. ചില കാര്യം നമുക്ക് പറ്റുന്നതല്ല നമ്മൾ ലൈവായിട്ട് പോകും. കാരണം അന്യനാടുകളിൽ പോലും ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉള്ളവർ, യോഗമുള്ളവർ ദിവസമാണ്. യോഗമുള്ളവരൊക്കെ കാണും. അപ്പൊ അവര് വിചാരിക്കും വേറെ അവരെ അതൊന്നും വിചാരിക്കും, അവർക്ക് വിഷമം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പുസ്തകമായത്. പന്ത്രണ്ടുകാരല്ല, ഓൾറെഡി അവർ ഉറങ്ങിയേ കഴിയും. ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ സവിശേഷമായിരിക്കുന്ന കഥാഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ സവിശേഷമായിരിക്കുന്ന കഥാഭാഗങ്ങളെ പറഞ്ഞപ്പോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കഥാഭാഗം ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഗോപാലന്മാരോടൊപ്പം കൃഷ്ണൻ ഇങ്ങനെ പശുക്കുട്ടിയെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ കാളുന്നി നദിയുടെ തീരത്ത് ബാലലീലയിൽ ഒഴുകിയിരിക്കുന്ന സമയത്ത് ഒരു 6 മൈൽ ദൂരമുള്ള ഒരു ഭയാനകമായിരിക്കുന്ന വായോട് കൂടിയ ഒരു വലിയ വാദം, അതിന് വലിയ ഒരു വായാണ്. അതിന് നോക്കിയപ്പോ എന്താണ്, അത് ഒരു വലിയ സർപ്പമാണ്. 6 മൈൽ ദൂരമുണ്ട്. 6 മൈൽ ദൂരം ഉണ്ട്. എന്തിന്? ആ സർപ്പത്തിന് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത പറയും. നമ്മൾ വിചാരിക്കും 6 മൈലുള്ള സർപ്പം, അതെന്തൊരു സർപ്പം, ഈ ചുമ്മാ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചില വാക്കുകളാണ് ഇല്ലേ? എത്ര കാലം കഴിഞ്ഞാലും ചില വാക്കുകൾ നമ്മളുടെ മനസ്സിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉദാഹരണം. ഈ ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ അതെല്ലാവർക്കും ഒന്ന് കൊടുക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രമായിട്ട് രഹസ്യമായിട്ട്. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ വീട്ടിലുണ്ട്. എന്താ പറയുക? പെൻസിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൻസിലില്ലേ? നമ്മുടെ വീട്ടിലിരിക്കുന്ന പെൻസിൽ. മനസ്സിലായ? പെൻസിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ പെൻസില് നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചൊരു സാധനം. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെൻസിലാണ് ഇതൊക്കെ എഴുതുന്നതെങ്കിലും ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ കരം ഇതിന്റെ പുറകിലുണ്ട്. നമ്മളും അതുപോലെയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നാലും നമ്മളെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ തൊട്ടു പുറകിലുണ്ട്. ഇത് ഈ പെൻസിലിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൻസിലിന്റെ 2 ഭാഗങ്ങളാണ്. ഒന്ന് തടിയുടെ ഒരു റോളും അകത്തൊരു കാർബണും ഇല്ലേ? ഈ 2 ഭാഗങ്ങളാണ്. ഇതാണ് ആ പെൻസിൽ എന്ന് പറയുന്ന ഈ 2 ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ. എന്താണ്? നമ്മുടെ ശരീരവും, ശരീരത്തിനകത്ത് എന്താണ്? ഒരു ആത്മാവും നമുക്കുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതങ്ങ് തീരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ പെൻസിലിന്റെ മുനയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെടുത്ത് വെട്ടി നമ്മൾ ഫ്രഷ് ആക്കും, ഒന്ന് റീഫ്രഷ് ചെയ്യും ഇല്ലേ? അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്ത് വരുമ്പോ നമുക്ക് വീണ്ടും നമ്മൾ എഴുതാൻ പറ്റും. അതുപോലെയാകണം നമ്മൾ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം വരും. അപ്പൊ ആ ക്ഷീണം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും മാറാൻ നമ്മൾ കൂടുതൽ ഫ്രഷ് ആകാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. അത് ഈ പെൻസിൽ കൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഒന്ന് നമ്മളെ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കണം ഇല്ലേ? അതാകുമ്പോൾ നല്ല വൃത്തിയാവും. പിച്ചാത്തി കൊണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒഴിഞ്ഞു പോകും ഇല്ലേ? പണ്ടൊക്കെ എങ്ങനെയാണ് പിച്ചാത്തി കൊണ്ടൊക്കെ ആയിട്ട് വെക്കുന്നത്? പക്ഷെ നല്ലൊരു കട്ടറൊക്കെ എടുത്ത് വെക്കട്ടാൽ നല്ല വൃത്തിയായിട്ട് അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും. ഈ പെൻസിലിന്റെ ഒരു പ്രത്യേകത എന്താണ്?
നല്ല പോലെ നമ്മൾ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസിൽ കൊണ്ട് നമുക്ക് എത്ര മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാമെന്ന് ആലോചിച്ചു, ഇല്ലേ? എത്ര മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാം, എത്ര മനോഹരമായ വാക്കുകൾ എഴുതാം. ഇതൊന്നും നമ്മൾ കളയില്ല, സൂക്ഷിച്ചു വെക്കും. പക്ഷെ ഈ പെൻസിൽ അങ്ങ് തീർന്നു. ഈ പെൻസിൽ അങ്ങ് എഴുതി 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 അത് തീർന്നു പോയിട്ട് അങ്ങേ അറ്റം വരെ പറ്റി. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും വരെയുള്ള പെൻസിൽ നമ്മൾക്കൊരു ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് ക്യാമലിന്റെ ഒരു ബോക്സ്, അതിനകത്ത് ഇത്രയും വരെയുള്ള പെൻസിൽ വരെ നമ്മൾ ഇട്ടോട്ട് പോയി. അത് അങ്ങേ അറ്റം പറ്റുന്നത് വരെ നമ്മൾ എഴുതുമായിരുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതെല്ലാം കളഞ്ഞാലും ശരി, അതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ചിത്രങ്ങളും നല്ല വാക്കുകളും നമ്മൾ സൂക്ഷിച്ചു. അതുപോലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മൾ ജീവിതത്തിൽ പറഞ്ഞ നല്ല വാക്കുകൾ നമ്മളുടെ കാലം കഴിഞ്ഞാലും ലോകം അത് സൂക്ഷിച്ചു വെക്കും, സുരക്ഷിതമാക്കി വെക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തിയൊക്കെ നല്ലതാകണമെന്നാണ് ഒരു പെൻസിലിനെ പോലെ. പിന്നെ ഈ പെൻസിലിനുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്താണ്? ഇപ്പൊ നമ്മൾ പെൻസിൽ കൊണ്ടൊരു കാര്യം എഴുതിയപ്പോൾ അതങ്ങ് തെറ്റിപ്പോയി. നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വെച്ച് ഇന്ന് തുറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ശരിയായി എഴുതും. അത് പെൻസിലിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മളത് തിരുത്തണം. എന്നിട്ട് എന്താണെന്ന് അറിയാമോ? ശരി എന്താണെന്ന് കൂടി നമ്മൾ എഴുതണം. ആ ശരി എന്താണെന്ന് നമ്മൾ ചെയ്യാം. അപ്പോഴേ അത് പൂർണ്ണതയാകും. അത് എന്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്? ഈ പെൻസിലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം. അത് മനസ്സിലായത് പറഞ്ഞത്, നമുക്കുണ്ടാകുന്ന തെറ്റുകളൊക്കെ നമുക്കുണ്ടാകും. തെറ്റ് സംഭവിച്ചാലും തെറ്റിനെ നമ്മൾ തിരുത്തണം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിശബ്ദമാകരുത്. നമ്മൾ തെറ്റ് തിരുത്തണം. ചിലപ്പോൾ നമ്മുടെ വാക്കായിരിക്കാം, നമ്മുടെ പ്രവൃത്തി ആയിരിക്കാം, അത് നമ്മൾ തിരുത്തണം. അതുകൊണ്ട് തീർച്ചയായിട്ടും സാമ്പാർ. അപ്പം അതുകൊണ്ട് പെൻസിൽ കൊണ്ട് നമ്മളത് പഠിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പെൻസിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അമർത്തിയൊക്കെ എഴുതിയാൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നെന്താണ്? അതിന്റെ മുനയൊടിഞ്ഞു പോകും. രണ്ട്, കേട്ടില്ല? അല്ല, ബുക്ക്, ആ പേപ്പർ, അതാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. ഈ പെൻസിലിന്റെ മുന പോയാൽ നമുക്ക് വീണ്ടും കട്ടൊക്കെ എടുത്ത് വെച്ച് ശരിയാക്കാം. പക്ഷെ ഈ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, അതിൽ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, എന്റെ ദേഷ്യത്തിന് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയും, അന്നത്തെ സാഹചര്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു മുറിവ്, നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവരും. എനിക്ക് വേണേ രണ്ട് സോറിയൊക്കെ പറയാം, അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, അത് പറഞ്ഞു. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു മുറിവുണ്ട്, അത് വളരെ വലുതാണ്. നമ്മൾ ആരോടാണ്, നമ്മൾ അന്നേരത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിന്തിച്ചു നോക്കണം. നമ്മളുടെ സാഹചര്യത്തിലായിരിക്കില്ല അടുത്ത ആൾ നിൽക്കുന്നത്. അവരങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുന്നതിന് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരു കുറവുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നമുക്കതിന്റെ കാരണം അന്വേഷിച്ചിട്ട് നമുക്കതിനെപ്പറ്റി പറയാം. കാരണം അറിയാതെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഇതുപോലെ ഇരിക്കും നമ്മൾ. ആ പേപ്പറിന് ഈ ജീവിതകാലത്തിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ജീവിതത്തിൽ നിസ്സാരമായിരിക്കുന്ന ഒരു പെൻസിൽ പോലും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുമെന്നറിയാം. ആ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മൾ ശരിക്കും പലപ്പോഴും അത് ചിന്തിക്കാറില്ല. അപ്പൊ ഈ പാമ്പ് ഇത്രയും നമ്മൾ ഈ മനുഷ്യന്റെ ദുഷ്ടതയുടെ വലിപ്പമായി പറയുന്നത്, പാമ്പിന്റെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദുഷ്ടതയുടെ വലിപ്പം. ചിലപ്പോ ഒരു ഇവിടുന്ന് ന്യൂയോർക്ക് വരെ നീളം വരും ചില ദുഷ്ടതകളുടെ, ഇല്ലേ? അങ്ങനെയുള്ള ദുഷ്ടതകളെല്ലാം അറിയാമോ? അത് ന്യൂയോർക്ക് വരെയല്ല, എനിക്കറിയത്തില്ല, നമുക്ക് നാട് വരെയുള്ള നമുക്കറിയാമെന്ന് പറയും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടതകളുടെ ദൂരമാണ് എന്താ ഇവിടെ പറയുന്ന സർപ്പത്തിന്റെ ദൂരവും കൊക്കിന്റെ ആകെ
അങ്ങനെ 6 മൈല്, അതായത് 1 കോശം ദൂരമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? നടന്ന് ഈ പാമ്പിന്റെ വായ്ക്കകത്തോട്ടങ്ങ് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? നടന്ന ആ വയറ്റിൽ കൂടെ അങ്ങ് ചെന്നു കഴിഞ്ഞിട്ട് ആ ഗോപാലന്മാരെയും ഭഗവാൻ കയറിയപ്പോഴത്തേക്ക് കൂടെ എന്ത് ചെയ്തു? പശുക്കളും കൂടെ കയറി, പശുക്കിടാങ്ങളും കൂടെ കയറി. അപ്പൊ ഇവരെല്ലാവരും കൂടെ കയറി കഴിഞ്ഞപ്പോ ഗോപാലന്മാരും ഗോപികമാരും വിചാരിച്ചു എന്നാൽ ഞങ്ങളൂടെ കയറിയേക്കാമെന്ന് വിചാരിച്ച് അവരോട് അങ്ങ് കയറി. അങ്ങനെ എല്ലാവരും ഇതിനകത്ത് എല്ലാവരും ഇതിനകത്തായി കഴിഞ്ഞപ്പോ ഈ സർപ്പം ഇങ്ങനെ പാമ്പൊന്ന് വായന്ന് അടച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഈ ആ പാമ്പിന്റെ വയറ് പിളർന്ന് ഇവരെല്ലാം പുറത്തു വന്നു. പക്ഷെ ഈ പശുക്കിടാങ്ങളും ഗോപന്മാരും ഒന്നും അറിഞ്ഞില്ല. എന്താ അറിയാമോ? അവർ ഈ ഭഗവാന്റെ പുറകെ എനിക്ക് പോയി. ഭഗവാൻ പോകുന്ന പോക്കിൽ വയറൊക്കെ കയറിയെടുത്ത് വെളിയിൽ ഇറങ്ങിപ്പോയതൊന്നും എങ്ങനെയാ വെളിയിൽ ഇറങ്ങിയതെന്നൊന്നും കൂടെ ഉണ്ടായിരുന്നവരറിഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഭഗവാനോടൊപ്പം നമ്മൾ വസിക്കപ്പെടുമ്പോൾ ഭഗവാന്റെ ഭാഗമായി നമ്മൾ പലതും ചെയ്യുമ്പോഴല്ലോ നമ്മൾ ഇത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും അറിയില്ല. അമ്മയുടെ കൈ നമ്മൾ പിടിക്കണം, നമ്മുടെ കൈ അമ്മ പിടിക്കണം. എങ്ങനെ വേണം? അമ്മ നമ്മുടെ കൈ പിടിക്കണം, നമ്മളുടെ കൈയെ അമ്മ പിടിക്കണം, നമ്മൾ അമ്മയുടെ കൈയെ പിടിക്കണം. പക്ഷെ അന്നേരം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം നമ്മൾ കയ്യെ പിടിക്കും, ഇല്ലേ? പക്ഷെ അമ്മയാണെങ്കിലോ, അമ്മയാണ് നമ്മളെ പിടിച്ചതെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലുണ്ടല്ലോ ഒരു പിടിയൊന്ന് മുറുകും. എന്നിട്ട് എന്ത് ചെയ്യും? അമ്മ നമ്മളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇരുത്തിയിട്ട് അമ്മയുടെ ബുദ്ധിമുട്ട് മാറ്റും. ഇപ്പൊ അമ്മയുടെ കാലം ഒരു മുള്ളു കൊണ്ടെന്നിരിക്കട്ടെ, അമ്മ എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് അമ്മയുടെ കാലില് മുള്ള എടുത്തു കളയും. അതുപോലാണ് ഈശ്വരൻ. ഈശ്വരനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഈശ്വരന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമുക്ക് ചിലപ്പോഴും ഉണ്ടല്ലോ, പാഞ്ചാലിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്കിപ്പോഴും ചില കാര്യങ്ങളിൽ സംശയമാണ്. പഞ്ചാലി ഇങ്ങനെ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ എനിക്കൊരു സംശയമുണ്ടോ? അപ്പൊ ചോദിച്ചു, എന്താ സംശയം ചോദിച്ചല്ലോ? അന്ന് ആ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, എന്നിട്ട് എന്താ ഭഗവാനെ എന്ന് വരാനെന്ന് ചോദിച്ചു. അപ്പൊ പാഞ്ചാലിയോട് പറഞ്ഞു, അവിടോട്ട് ഇരിക്കാൻ പറഞ്ഞു, അത് ഇച്ചിരി കാര്യം സംസാരിക്കാൻ അവിടോട്ട് ഇരിക്കാൻ ചോദിച്ചു. നീ ആദ്യം എന്താ വിളിച്ചത്? ഞാൻ എന്റെ മധുരാവാസിയായിരിക്കുന്ന കൃഷ്ണ എന്ന് വിളിച്ചു. നീ മധുരാവാസിയായിരിക്കുന്ന കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മധുരയിൽ ചെന്നിട്ടല്ല വരാൻ പറ്റും. ഞാൻ മധുരയിൽ നിൽക്കുന്ന നീ എന്താണോ ചിന്തിച്ചത് അതായിട്ടേ എനിക്ക് നിന്നിൽ വരാൻ പറ്റും. മധുരാവാസിയായിട്ട് ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ നീ എന്ത് വിളിച്ചു? വൃന്ദാവനവാസിയായിരിക്കുന്ന കൃഷ്ണൻ. ഞാൻ അവിടുന്ന് വൃന്ദാവനത്തിൽ പോകും. പക്ഷേ കുറെ അന്നേരവും നിനക്ക് നീ ഒരു കൈകൊണ്ട് നിന്റെ വസ്ത്രത്തെ മുറുക്കി പിടിച്ചിട്ട് നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പറ്റുമെന്ന്. അതെല്ലാം കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്തു? നിന്നെ കൊണ്ട് ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ മനസ്സിലായപ്പോ നീ 2 കൈയും ഉയർത്തി എന്റെ കൃഷ്ണ എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരൊറ്റ നിമിഷം പോലും വേണം. അതാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ വലിയ സ്ഥലങ്ങളിലുള്ള ഈശ്വരനെ നമ്മൾ കാണത്തുള്ളൂ, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ഒരു പരമപ്രകാശം. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. അതെങ്ങനെയുള്ളതാണ്? അതെങ്ങനെയുള്ള ചൈതന്യമാണ്? അതിനടുത്ത മുമ്പുള്ള 2 വരി ആദ്യം പറയുന്നുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി. ആ ആനന്ദദീപമായിട്ടുള്ളതാണ് എന്ത്? പരമാണു പൊരുളിലും സ്ഫുരണമായി നിൽക്കുന്നു. അതാണ് യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരൻ. യഥാർത്ഥമായിരിക്കുന്ന ഈശ്വര സങ്കല്പം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ അഘാസുരന്റെ ഉള്ളിൽ ചെന്ന് അഘാസുരനെ കൊന്നു കഴിഞ്ഞ് ഇവരെല്ലാവരും വെളിപ്പെടും. നമ്മളും അറിയേണ്ട ഒരു കാര്യമാണ്, ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നൽകുന്നതെല്ലാം ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ചോദിക്കണം. നമുക്ക് വിശക്കുന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ല അമ്മ ചോറ് കൊടുത്തിരുന്നാണോ? അമ്മയ്ക്കറിയാം നമുക്ക് എപ്പോ വേണമെന്ന് ചോറ്. ആ സമയത്ത് നമുക്ക് എത്രത്തോളം ചോറ് വേണമെന്നും നമ്മുടെ അമ്മയ്ക്കറിയാം. അത് കൃത്യമായിട്ട് അമ്മ വിളമ്പി തരുന്ന ചോറ് മൊത്തം നമ്മൾ കൊണ്ടിരിക്കും, ഇല്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരി, അത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഭാര്യ കൊടുക്കുന്ന ചോറ് നമ്മൾ ഒന്നും അത്രയും രണ്ടാമത് പറയേണ്ടി വരും. ഇന്ന് ഇച്ചിരി കൂടുതലായി ചോറുന്നു പറയും. രണ്ടാമതൊന്നും നമ്മൾ ചോദിച്ചു കൊടുക്കും, ഇല്ലേ?
മൂന്നാമത് ചോദിച്ചാൽ തീർന്നു. ഇനി മതി 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 ഇത്രയും മതി മതി എന്ന് പറയും. പക്ഷെ അങ്ങനെയാണെങ്കിലോ നല്ലതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളുടെ തൃപ്തിക്കുള്ള ആഹാരം ഇല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം ആർക്കേ അറിയത്തുള്ളൂ? ആർക്കേ അറിയത്തുള്ളൂ? നമ്മുടെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അമ്മയ്ക്ക് തുല്യമായ കാര്യങ്ങൾ പറ്റുമോ? ഇല്ല. നമുക്ക് സമ്മതിച്ചില്ലേലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പറയും സത്യം അതില്ലേ, പുറത്ത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല ഇല്ലേ? അതാണ് അതിന്റെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഇതിങ്ങനെ എന്തിനാ ഇങ്ങനെ ഞങ്ങളെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചത്, ഇത് ഹൂസ്റ്റൺകാരെയാണോ? ഹൂസ്റ്റൺകാരാണോ? ഇതെല്ലാവരും ഉണ്ട് പിന്നെ ഇല്ലേ? എല്ലായിടവും ഉള്ളതാണ്. നമുക്ക് പലപ്പോഴും പലതും നിശബ്ദതയാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ലേ? നിശബ്ദത പലപ്പോഴും നമുക്ക് പലതിനും സഹായകരവുമാണ്, നിശബ്ദത പലപ്പോഴും പലതിനും ദോഷവുമാണ്. ഒരു വാക്ക്, ഒരു ചിന്ത, ഒരു നോട്ടം, ഇതെല്ലാം സമൂഹത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളാണ് ഇല്ലേ? അപ്പൊ ഇങ്ങനെ ബഹിലാശ രാജാവ് ചോദിച്ചു, ഈ പാമ്പ് അതിന്റെ പേര് അഘാസുരൻ എന്നാണ്. ആരാണ് ഈ അഘാസുരൻ എന്ന് ചോദിച്ചു. അപ്പൊ അഘാസുരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഒരു വിശദീകരണം പറയുകയാണ് നാരദ മഹർഷി. പണ്ട് ശംഖാസുരന് അഖൻ എന്നു പേരുള്ള ഒരു മകനുണ്ട്. ശംഖാസുരന് അഖൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അവന്റെ യൗവനകാലത്ത് ശക്തിശാലിയായിരിക്കുന്ന അഖനെ കണ്ടാൽ മറ്റൊരു കാമദേവനാണെന്ന് തോന്നും. ഒരു ദിവസം മലയാജലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടാവക്ര മുനിയെ കണ്ടപ്പോൾ അഖൻ പൊട്ടിച്ചിരിച്ചു. അഷ്ടാവക്രന്റെ പ്രത്യേകത എന്താ അറിയോ? ശരീരത്തില് എത്ര വളമുണ്ട്? 8 വളമുണ്ട്. അതുകൊണ്ടാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്നത്. അങ്ങനെ അഷ്ടാവക്രന്റെ കൂല് കണ്ടപ്പോൾ ഈ സുന്ദരനായിരിക്കുന്ന ഈ ബഗന് അല്ല അഖന് തോന്നില്ലേ? നമുക്കും തോന്നത്തില്ലയോ? എന്തോ അഷ്ടാവക്രനോട് തോന്നിയില്ലേ? മറ്റുള്ളവരോട് നമുക്ക് തോന്നില്ലേ? പിന്നെ ഒഴിഞ്ഞു വന്നിരിക്കുക തോന്നില്ലേ? ഒന്നും ഈ ഹൂസ്റ്റൺകാരല്ല അല്ലേ? ഹൂസ്റ്റൺകാരല്ല. ഇങ്ങനെ ഹൂസ്റ്റൺകാർക്ക് അങ്ങനെ ഒന്നും തോന്നില്ല ഇല്ലേ? ഒരുങ്ങി വരുന്നത് നന്നായി എന്നാ പറയുന്നത്. അപ്പം ഈ അഷ്ടാവക്ര മുനിയെ കണ്ടപ്പോൾ എന്തായി? ഈ അഖന് സ്വന്തം സൗന്ദര്യത്തില് വളരെയധികം അഹങ്കരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പൊട്ടി ചോദിച്ചിട്ട് എന്തൊരു രൂപമാണിത്? ഇങ്ങനെ 8 വളവുകൾ ഒരു ശരീരത്തിൽ ഉണ്ടാവുക എന്തൊരു വൃത്തികേടാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കേട്ട് കഴിയുമ്പോൾ അഘാസുരനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഷ്ടാവക്ര മുനി അഖനെ ശപിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. എന്താണ്? അല്ലയോ ദുർമതേ, നീ എന്താണ് എത്ര ദുഷ്ടതയോട് കൂടിയിട്ടാണ് നീ ചിന്തിക്കുന്നത്? ഭൂമിയിൽ സർപ്പങ്ങളുടെ ജാതിയും കുരൂപവും കുടിലഗതിയിൽ പോകുന്നതുമായതിനാൽ നീ സർപ്പരൂപമായി മാറട്ടെ. നിനക്ക് നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. നീ എന്നിട്ട് സർപ്പങ്ങളെ പോലെ ഇത് വളരെ വളരെ മോശമായ രീതിയിലൂടെ ചിന്തിച്ചത് കൊണ്ട് നീ എന്താണ് സർപ്പമായി മാറട്ടെ എന്ന് പ്രശംസിച്ചു. എല്ലാവരും ശാപം കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഓടിച്ചെന്ന് ക്ഷമ പറയും, എനിക്കൊരു അർത്ഥം പറ്റിപ്പോയാൽ. അപ്പൊ പറയും അതൊരു കാര്യം ചെയ്തോ, എന്നാൽ നിനക്ക് ഒരു പാസ് തരും. എന്ത്? നീ എവിടെ പോയി പിറക്കണം? ആ വൃന്ദാവനത്തിൽ നീ ചെന്നാൽ മതി, നിനക്ക് അവിടുന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെയാണ് അഘാസുരന് കിട്ടുന്നത്. കാരണം എപ്പോഴും സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ സങ്കല്പത്തിന്റെ പ്രാധാന്യം, അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പണ്ടൊരു സുന്ദരനായിരിക്കുന്ന ഒരു രാജകുമാരൻ, സുന്ദരൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സുന്ദരനായി, വളരെ സുന്ദരനായിരിക്കുന്ന ഈ രാജകുമാരന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു തൃപ്തിയാണ്. ഇല്ല, നമുക്കും അങ്ങനെ ഉണ്ട്. നമുക്കും നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മൾ ചുമ്മാ അതൊന്നും കാണത്തില്ല, ഇപ്പോഴും കാണും.
സൂക്ഷിച്ച് നമ്മൾ വെക്കും. നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇരുന്ന് കാണും. അത് നമുക്കൊരു തൃപ്തിയാണ്. നമ്മളെല്ലാം ഒരുങ്ങി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാലും നമുക്ക് ഒന്നുകൂടി തൃപ്തിയാകാൻ എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകൂടെ പോയി ഒന്ന് നോക്കും. നമുക്കറിയാം ഈ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന്. എന്നാലും നമ്മൾ സമ്മതിക്കത്തില്ല. 5 രൂപ മുടക്കി നമ്മൾ രണ്ടുപേരിൽ ഒരാളെ മറച്ചിട്ടാണേലും നമ്മൾ എന്ത് ചെയ്യും? ഇത് ദിവസങ്ങളായിട്ട് അപ്പൊ അങ്ങനെ ഈ രാജകുമാരൻ തന്റെ സൗന്ദര്യം എന്നും കണ്ടുകൊണ്ടിരിക്കും. അതിന് രാജകുമാരൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. അപ്പൊ എല്ലാവരും രാജകുമാരനെ കാണാൻ വരുന്നത് കൊണ്ട് ആ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം എന്നും രാവിലെ കാട്ടിലേക്ക് പോകും. കാട്ടിലെത്തി കാട്ടിൽ വലിയൊരു നല്ല തടാകമുണ്ട്. ഈ തടാകത്തിൽ ചെന്ന് തടാകത്തിലെ വെള്ളത്തിൽ നോക്കിയിരിക്കും. വെള്ളത്തിൽ നോക്കിയിരുന്ന തന്റെ സൗന്ദര്യം. അപ്പൊ ഇത് കണ്ട് ഇങ്ങനെ ഈ രാജകുമാരൻ അവിടെ വന്നിരുന്ന് ഇങ്ങനെ സൗന്ദര്യം കാണുന്നത് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് പക്ഷികൾ പോലും വരും. നമ്മൾ ചിന്തിക്കും പക്ഷികൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷികൾക്കൊക്കെ അറിയാം നമ്മളെ. അവര് നമ്മളെ അവരെ എന്ത് ചെയ്യും? പക്ഷികളും മൃഗങ്ങളും എല്ലാം വന്ന് അവിടെയൊക്കെ ചുറ്റിനുള്ള മരങ്ങളിൽ വന്നിരുന്ന് ഈ രാജകുമാരനെ കണ്ടുകൊണ്ടിരിക്കും. കുറെ കാലം ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ഈ രാജകുമാരനെ കണ്ടില്ല. അപ്പൊ എല്ലാ കിളികളും അവരും എല്ലാവരും വന്നു. അപ്പൊ ഈ തടാകം ആ കിളികളോട് ചോദിച്ചു, ഇന്നെന്തേ രാജകുമാരൻ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കിന്ന് രാജകുമാരനെ കാണാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു, ഓ നീ അല്ലേ ഇന്നും കാണുന്നത് ഈ രാജകുമാരന്റെ സൗന്ദര്യം ഇല്ലേ? രാജകുമാരന്റെ സൗന്ദര്യം മുഴുവൻ ഇന്നും ആസ്വദിക്കുന്നത് ആരാണ്? ഈ തടാകം. ഇത് കേട്ട് തടാകം ഇരുന്ന് കരഞ്ഞു എന്നാണ്. അപ്പൊ ചോദിച്ചു തടാകത്തിനോട്, നീ എന്തിനാ കരയുന്നേ? നീ അല്ലേ എന്നും ഈ രാജകുമാരന്റെ സൗന്ദര്യം കാണുന്നത്? അപ്പൊ പറഞ്ഞു, ഈ രാജകുമാരന്റെ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്താണെന്ന് അറിയാമോ? പറഞ്ഞില്ല, ആ രാജകുമാരന്റെ കണ്ണുകളാണ്. നല്ല കണ്ണുകളാണ് അദ്ദേഹത്തിന്. ആ രാജകുമാരന്റെ കണ്ണുകൾ ഏറ്റവും സൗന്ദര്യമുള്ളതാണ്. എന്നിട്ട് തടാകം പറഞ്ഞു, ഈ രാജകുമാരൻ വന്ന് ഈ തടാകത്തിലേക്ക് നോക്കുമ്പോ അവന്റെ കണ്ണുകളിൽ, സുന്ദരമായിരിക്കുന്ന കണ്ണുകളിൽ ഞാൻ എന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുമായിരുന്നു എന്ന് ഈ തടാകം. അതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയും. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കൂടി ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മൾ വലിയവരാണ്. അങ്ങനെയുള്ള വലിയവരായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറണം. അങ്ങനെ നമ്മൾ മാറപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ അർത്ഥമാകണം നമുക്ക് പലപ്പോഴും നമുക്ക് നല്ലൊരു വഴി നമുക്ക് നൽകുന്നത്. അവിടെ ഈ യഥാസുരനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട്